മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ നടക്കുന്നവർ കാലങ്ങളായി ലീഗ് വിരുദ്ധരാണെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ലീഗ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. ഒരു മര്യാദയുമില്ലാതെയാണ് ചില സമസ്ത നേതാക്കൾ തന്നെ ലീഗിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതെന്നും PMA സലാം മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുസ്ലിം ലീഗ് പൊന്നാനിയിലും മലപ്പുറത്തും ചരിത്ര വിജയമാണ് കുറിച്ചത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം എന്നോടൊപ്പം ഉണ്ട്. ഈ ലീഗിന്റെ ഒരു കണക്ക് കൂട്ടലിൽ ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് റിസൾട്ടിന് മുമ്പേ തന്നെ പറഞ്ഞതാണ്, പൊന്നാനിയിലും മലപ്പുറത്തും ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടും. അത് ഇത്രയധികം കൂടുമെന്ന് ഒരു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രകോപനമുണ്ടാകുമ്പോൾ, അതിനെതിരെ ശത്രുക്കളുടെ പുതിയ നിരകൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ കൂടുതൽ സജീവവും. റമദാനായിരുന്നു, കനത്ത ചൂടായിരുന്നു, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ, UDFൻ്റെ സഹപ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് ഇതിനു വേണ്ടി പണിയെടുത്തത്. സത്യത്തിൽ ഒരു കഠിനാധ്വാനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തയ്യാറായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും ഭരണ വൈകല്യങ്ങൾ കൊണ്ട് ദുസ്സഹമായ സാധാരണക്കാരൻ്റെ ജീവിതം, അവർക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിലിപ്പോൾ ഈ എതിർപ്പുകളെ കുറിച്ച് പറഞ്ഞു, ടീം സമസ്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിന് നിങ്ങൾക്ക് സഹായകരമാവുകയാണ് ചെയ്തത്? കാലാകാലങ്ങളിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ, പ്രത്യേകിച്ച് LDF, വിവിധ തരം ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. പലരെയും അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് PDP ഉപയോഗപ്പെടുത്തി ശ്രമിച്ചു. ഒരു കാലത്ത് ബഹുമാനപ്പെട്ട AP വിഭാഗം സമസ്തയെ ഉപയോഗപ്പെടുത്തി ശ്രമിച്ചു. അവർക്ക് കഴിയില്ല എന്ന് അവർക്കറിയാം. LDFന് ആശയപരമായി മുസ്ലിം ലീഗിനെയോ UDFനെയോ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് കാലാകാലങ്ങളിൽ കിട്ടുന്ന തുറുപ്പ് ഷീട്ടുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഈ പൊന്നാനി മണ്ഡലത്തിൽ ഇതുവരെ CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടോ? തുടക്കം മുതൽ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം കോൺഗ്രസിൽ നിന്ന് വന്ന V. അബ്ദുറഹ്മാൻ മത്സരിച്ചു. പിന്നീട് PDP ആണെന്നും അല്ലെന്നും പറയുന്ന രണ്ടത്താണി മത്സരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ തവണ അൻവർ വന്നു, ഇപ്പോൾ ഹംസ വന്നു. ഇവരൊക്കെ ഇടതുപക്ഷമായിട്ട് എന്താ ബന്ധം? ഇവരൊക്കെ CPMമായി എന്താ ബന്ധം? അപ്പോൾ ഈ പൊന്നാനി പാർലമെൻറ്റിൽ മത്സരിക്കാൻ കഴിയില്ല, മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്നവർക്ക് ഉറപ്പാണ്. പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പിലും അവർക്ക് ഓരോ ആയുധങ്ങൾ കിട്ടും. ആ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തും. പക്ഷേ അങ്ങനെ ഒരു ആയുധം കിട്ടുമ്പോൾ മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർക്ക് വാശി കൂടും. അവർ സജീവമായി രംഗത്തിറങ്ങും. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക്, ഇതുവരെ പൊന്നാനിയും മലപ്പുറവും കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് UDFൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയത്. ഇപ്പോൾ ഈ താങ്കളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം, താങ്കളാണ് ലീഗിലെ പ്രധാന ഒരു പ്രശ്നക്കാരൻ എന്ന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥയുടെ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ആളുകളോടൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, അവർക്ക് പറയാം. പക്ഷെ മാന്യതയും മര്യാദയും മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കലാണ്. ഒരു സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അതറിയാം. ഞാൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ മാറ്റണമെന്നോ, അല്ലെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയെ മാറ്റണമെന്നോ, ഞാൻ വേറെ ഏതെങ്കിലും മതസംഘടനകളുടെ നേതാക്കളെ മാറ്റണമെന്നോ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതൊക്കെ അതായത് സംഘടനകളല്ലേ തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗ് സംഘടന തീരുമാനിച്ചാൽ മാറാനും മാറാതിരിക്കാനും ഒക്കെ ഞാൻ തയ്യാറല്ലേ. അപ്പോൾ അത് വിവരക്കേടാണ്, വേറെ എനിക്കതിൽ ആക്ഷേപമൊന്നുമില്ല. ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ നേരത്തെ മണ്ണാർക്കാട് അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് ഒരു നേതാവ് പറയുന്നു, പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നു. അന്ന് ഷംസുദ്ദീൻ ഭൂരിപക്ഷം കൂട്ടി. ഇത്തവണയും ഇതേപോലെ തോൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ലീഗിന് കുറച്ച് ആവേശം കൂടുന്നുണ്ടാവും. അല്ല, ഈ തോൽപ്പിക്കണം എന്ന് പറയുന്നവരൊക്കെ നേരത്തെ തന്നെ ലീഗ് വിരുദ്ധരാണ്. തോൽപ്പിക്കണം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയും പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ ഇത് ലീഗിൽ നിന്ന് പോയ ആളുകളാണ്, ലീഗിന് ക്ഷീണം വന്നതാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ ലീഗിനെ തോൽപ്പിക്കണം എന്ന് പറയുന്നത് കലാകാലവും അല്ലെങ്കിൽ ഒരു ജീവിതം മുഴുവൻ ലീഗിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ആളുകൾ തന്നെയാണ്. അവർ പുതിയൊരു വേഷം കെട്ടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ക്ഷീണം വരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് കൂടുതൽ വാശി ഉണ്ടാകുന്നു, ആവേശത്തോടു കൂടി പ്രവർത്തന രംഗത്ത് വരുന്നു. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഈ സംസ്ഥയുടെ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം വോട്ട് നിങ്ങൾക്ക് ലഭിച്ചു?
സമസ്തയിലും മറ്റെല്ലാ മതസംഘടനകളിലുമുള്ള മുസ്ലിം ലീഗുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി ചെയ്തു വരുന്നവർ ചെയ്തു വന്നിട്ടുണ്ട്. കാലങ്ങളായി ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതിരുന്നിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇനി രാജ്യസഭ സീറ്റ് കൂടി മുസ്ലിം ലീഗിന് ലഭിക്കാനും